വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹെയർ വൈൻ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 0.4 mm ഗിയർ വയർ ഇവിടെ എടുത്തിട്ടുണ്ട്. 0.3 ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി അതിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് 90 സെൻറ്റിമീറ്ററാണ്. അങ്ങനെ 3 എണ്ണം നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ 3 ഹെയർ വൈനും ഒരുമിച്ച് പിടിച്ച് നമ്മൾ ആ എൻഡ് ഭാഗത്ത് ഒരു ഹുക്ക് ഇടാൻ വേണ്ടി പോവാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഹെയർ വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കട്ടിങ് ടൂൾസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടും നമ്മൾ കത്രിക വെച്ച് കൈ കൊണ്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ ഈ 2 ഇഞ്ച് വരെ ട്വിസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് മടക്കിയിട്ട് അതിനൊരു ഹുക്ക് പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഹെയർ വൈൻ ഒരു വൈറ്റ് തീമിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാനിവിടെ വൈറ്റ് ബീഡും പിന്നെ ഒരു ക്രിസ്റ്റൽ ബീഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ഏത് അവൈലബിൾ അത് വെച്ചുകൊണ്ട് ചെയ്യാം കേട്ടോ. 3 ഹെയർ വൈൻ പീസാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ 2 ഹെയർ വൈൻ പീസിൻ്റെ ഉള്ളിലൂടെ ആദ്യത്തെ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഇനി വീണ്ടും രണ്ടാമത്തെ ബീഡ് ഇതേപോലെ തന്നെ 2 ഹെയർ വൈൻ പീസിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അടുത്തത് ഒരു സ്റ്റോൺ ഒട്ടിക്കാനുള്ള ഒരു പോർഷനാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോണിൻ്റെ സൈസ് നോക്കുക. അതിനുശേഷം അതിനനുസരിച്ചുള്ള സൈസാണ് നമ്മളിവിടെ റൗണ്ടാക്കി ചെയ്തെടുക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ ഒരു റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടൈറ്റ് ആവാണ്ട് പൊട്ടിപ്പോവാണ്ട് ഒന്ന് നോക്കണം. ഫ്ലവർ ചെയ്തെടുക്കാനായി നമ്മൾ 6 ക്രിസ്റ്റൽ ബീഡും ഒരു വൈറ്റ് ബീഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഹെയർ വൈൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ 3 എണ്ണം വീതം ഇട്ട് കൊടുക്കുക. അതിനുശേഷം സെൻറ്റർ ഭാഗത്തെ ഹെയർ വൈനിൽ നമ്മൾ വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്ത് ഒരു ഫ്ലവർ രൂപത്തിൽ ആക്കിയെടുത്തൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് അതൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഈ ഫ്ലവറിൻ്റെ മുന്നേ ചെയ്തില്ലേ 2 റൗണ്ട്, അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലും ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രിസ്റ്റൽ ബീഡ് 2 വയറിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം വൈറ്റ് ബീഡ് ഇതേപോലെ 2 വയറിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുത്ത് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ 2 റൗണ്ട് ചെയ്യുന്നു, പിന്നെ വീണ്ടും ഫ്ലവർ ചെയ്യുന്നു. അങ്ങനെയാണ് കേട്ടോ ഈ ഡിസൈൻ വരുന്നത്. അപ്പം ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ അത്യാവശ്യം കാണുമ്പോൾ എന്തായാലും എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് പിടികിട്ടി കാണും. അപ്പോൾ ബാക്കി കൂടി നമുക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ബ്രെയ്ഡ്സിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും സിമ്പിൾ എന്നാൽ എലഗൻ്റായിട്ട് തോന്നുന്നൊരു വർക്കാണ് കേട്ടോ ഇത്. ഒരു ഗിയർ വയർ മേടിച്ചാൽ മാത്രം മതി ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഹെയർ വൈന് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ റൗണ്ട് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്തത് ഒരു ക്രിസ്റ്റൽ ബീഡും ഒരു വൈറ്റ് ബീഡെല്ലാം ഇട്ട് കൊടുത്തത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തു, അവസാനം ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തു. അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവസാനം ഒരു ഹുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു. ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു 2 ഇഞ്ചിൽ ഇതേപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് മടക്കി കൊടുത്തു. ബാക്കിയുള്ള വയർ നമ്മൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുക. ഇനി നേരത്തെ ചെയ്തെടുത്ത റൗണ്ട്സിൽ ഈ സ്റ്റോൺ വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് B6000 ഗ്ലൂ ആണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അത്യാവശ്യം സ്റ്റിക്കാവുന്ന ഒരു ഗ്ലൂ തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് ഓരോ ഭാഗത്തും കയ്യിൽ പശ വരരുത്. അപ്പോൾ ആ സ്റ്റോണിലൊന്നും ഇങ്ങനെ പശ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി പോകും. ഇല്ലെങ്കിലും ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞിട്ട് അതൊന്ന് നനഞ്ഞ ക്ലോത്ത് കൊണ്ട് ഒന്ന് ജസ്റ്റ് തുടച്ചു കൊടുത്താൽ മതി. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോണുകൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.